ഒരു ഭൂലോക തോൽവിയായ ഒരു മനുഷ്യൻ തൻ്റെ രാഷ്ട്രീയ എതിരാളിയും കൂടി ഒരു തോൽവിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്നത് സ്വാഭാവികമാണ്. അതാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു മാനറിസം. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എങ്ങനെയെങ്കിലും ടാർണിഷ് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ പവർഫുൾ ഗ്ലോബൽ ലീഡർ, ക്രെഡിബിലിറ്റി ഉള്ള ഒരു ലീഡർ, ഒരു ഡെവലപ്മെൻറ്റ് പൊളിറ്റീഷ്യൻ എന്നുള്ള രീതിയിൽ ആ ഒരു ഇമേജ് ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനത്തെ ഏതെങ്കിലും വിധേന ഒന്ന് കുറയ്ക്കുക, അല്പമെങ്കിലും അതിലൊരു ഇടിവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെയും പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയുടെയും ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഇങ്ങനെ വർഷങ്ങളായിട്ട് നടക്കുകയാണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് തന്നെ രാഹുൽ ഗാന്ധിയുടെ അമ്മ സോണിയാഗാന്ധി മൗത് കി സൗദാഗർ എന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷെ ഒന്നും നടന്നില്ല. പിന്നെ ചൗക്കിദാർ ചോർ ഹേ എന്ന് മകൻ പറഞ്ഞു നോക്കി. അതും ജനങ്ങൾ പുച്ഛിച്ച് തള്ളി. ഏറ്റവും ഒടുവിൽ കുറേ പ്രസൻറ്റേഷൻസ്, പവർ പോയിന്റ് പ്രസൻറ്റേഷൻസ്, വോട്ട് ചോരി ആരോപണങ്ങൾ, ഇതൊക്കെ ഉന്നയിച്ചിട്ടും ജനങ്ങൾ ഇതെല്ലാം ചവറ്റുകുട്ടയിൽ എറിഞ്ഞു എന്നുള്ളത്. കാരണം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പൊളിറ്റീഷ്യൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഭാഗത്ത് നിൽക്കുന്നു, പവർഫുൾ പൊളിറ്റീഷ്യൻ എന്നുള്ള രീതിയിൽ, ഒരു ഗ്ലോബൽ ലീഡർ എന്നുള്ള രീതിയിൽ, ജനകീയ ഇമേജുള്ള, ജനങ്ങളുടെ പൾസ് കൃത്യമായിട്ട് ഒപ്പിയെടുക്കുന്ന ലീഡർ എന്നുള്ളൊരു ഇമേജാണ് നരേന്ദ്രമോദിക്കുള്ളത്. എന്നാൽ നരേന്ദ്രമോദിക്ക് നേരെ വിപരീതമായിട്ട് രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ബഹുഭൂരിഭാഗം വരുന്ന ജനങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? എല്ലാവർക്കും അറിയാം, ഒരു കൊമേഡിയൻ, ഒരു സീരിയസ് പൊളിറ്റീഷ്യൻ അല്ലാത്ത ഒരു സാഹചര്യമാണ് രാഹുൽ ഗാന്ധിക്കുള്ളത്. അദ്ദേഹത്തെ അങ്ങനെയാണ് എല്ലാവരും കാണുന്നത്. പലപ്പോഴും ഒരു തോൽവി എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തെ വിലയിരുത്തപ്പെടുന്നത്. കാരണം രാഹുൽ ഗാന്ധിക്ക് കൃത്യമായിട്ടൊരു നിലപാടില്ല. ആദ്യം ഒരു വിഷയം ഉന്നയിക്കും, അതിൽ നിന്ന് വ്യതിചരിക്കും, പിന്നെ ആളെ ഇവിടെ കാണില്ല, ഏതെങ്കിലും രാജ്യത്ത് പോകും, പിന്നെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ സ്വന്തം രാജ്യത്തിൻ്റെ രഹസ്യങ്ങളും നിർണായക വിഷയങ്ങളൊക്കെ പുറത്തു പറയും. അതുകൂടാതെ തന്നെ ഭരണഘടനാ സംവിധാനങ്ങളെയൊക്കെ കടന്നാക്രമിക്കും. തൻ്റെ തോൽവിക്ക് കാരണം പാർട്ടിയുടെ പ്രശ്നങ്ങളാണ്, തൻ്റെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കാതെ മറ്റു വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി എപ്പോഴും നെഗറ്റീവ് പൊളിറ്റിക്സ് ഉയർത്തുന്ന ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള ഇമേജാണ് രാഹുൽ ഗാന്ധിക്കുള്ളത്. അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ വിമൻ നരവനെയുടെ ഓട്ടോബയോഗ്രഫിയുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിൻ്റെ മെമ്മോയറുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം എം നരവനെ എന്ന് പറഞ്ഞാൽ വളരെ ലോയലായിട്ടുള്ള, ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കരസേന മേധാവിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഇന്ത്യ ഒരുപാട് സംഘർഷങ്ങളും അതുകൂടാതെ തന്നെ ഒരുപാട് വെല്ലുവിളികളൊക്കെ നേരിട്ടിരുന്നു. പക്ഷെ അതിനെയൊക്കെ നല്ല രീതിയിൽ തന്നെ മറികടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ എം നരവനെ തന്നെ അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങളിൽ, എനിക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരു ഇഞ്ച് ഭൂമി പോലും ഈ ചൈനയുമായുള്ള 2020-21 കാലഘട്ടത്തിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഒരു ഇഞ്ച് ഭൂമി പോലും ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിട്ടില്ല, വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് ഇപ്പോഴും യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ ചൈന സമീപകാലത്തെ ഏറ്റവും വലിയൊരു തിരിച്ചടിയായിരുന്നു 2020-21 ലഡാക്കിലെ സംഘർഷങ്ങളെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ചൈന 1970 ശേഷം ഇങ്ങനെയൊരു തിരിച്ചടി സൈനികമായിട്ട് ഒരു രാഷ്ട്രത്തോട് നേരിട്ടിട്ടില്ല. ഇന്ത്യക്ക് മുമ്പിൽ അത്രയും വലിയൊരു തിരിച്ചടി ചൈന നേരിട്ടെന്നും ഈ എം നരവനെ പറയുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചൊക്കെ രാഹുൽ ഗാന്ധിയോട് ചോദിക്കുമ്പോൾ അതല്ല ഇവിടെ വിഷയം എന്നാണ് പറയുന്നത്. അതായത് ഒരു ചെറിയ റഫറൻസ് മാത്രം ഉയർത്തിയാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തെയും ഇന്ത്യൻ സർക്കാരിനെയൊക്കെ ഒരു വീക്കാണെന്ന് വരുത്തി തീർക്കാൻ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും നടത്തുന്നത്. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരണം, അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ അവർ തയ്യാറാണ്. ഏറ്റവും വലിയ രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പഗൻഡ മീഡിയയായ, ഒരു ലെഫ്റ്റിസ്റ്റ് ആൻറ്റി ഇന്ത്യ പ്രൊപ്പഗൻഡ മീഡിയയായ കാരവനാണ് പാർലമെൻറ്റിൽ ഉദ്ധരിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് പറയാൻ അത് ഇപ്പോഴും ഒരു സീരിയസ് ഫിഗറായിട്ട് മാറിയിട്ടില്ല. പ്രതിപക്ഷ നേതാവ് എന്നുള്ള ആ ഒരു ബോധ്യം അദ്ദേഹത്തിന് ഇപ്പോഴും വന്നിട്ടില്ല. കാരണം സ്പീക്കറുടെ റൂളുകൾ ധിക്കരിക്കുന്നു, അതുകൂടാതെ സ്പീക്കറുടെ ഓർഡറുകൾ അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല, പിന്നെ പാർലമെൻറ്റിൻ്റെ ചട്ടങ്ങൾ ലംഘിക്കുന്നു. ഇപ്പോഴും ഒരു ചൈൽഡിഷ് ബിഹേവിയർ അത് തന്നെയാണ് രാഹുൽ ഗാന്ധി പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ ബഹുഭൂരിഭാഗം വരുന്ന ജനങ്ങൾക്കും അറിയാം രാഹുൽ ഗാന്ധി ഒരു സീരിയസ് ഫിഗർ അല്ല, അയാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ യോഗ്യനല്ല എന്നുള്ളത് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ വമ്പൻ തോൽവികൾ തുടർച്ചയായിട്ട് കോൺഗ്രസ് പാർട്ടി രാഹുൽ ഗാന്ധിയും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു നയത്തിലേക്ക് വരികയാണ്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യൻ സൈന്യത്തിന് വ്യക്തമായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ഒരു പോളിസിയാണ് സ്വീകരിച്ചിരുന്നത്. 2017 സർജിക്കൽ സ്ട്രൈക്ക് ആണെങ്കിലും, 2019 ബാലാക്കോട്ട് എയർ സ്ട്രൈക്ക് ആണെങ്കിലും, 2025 ഓപ്പറേഷൻ സിന്ദൂർ ആണെങ്കിലും അത് ലോകത്തിന് മുമ്പിൽ നമ്മൾ തെളിയിച്ചതാണ്. കാരണം ഇങ്ങോട്ട് ആരെങ്കിലും വന്ന് അറ്റാക്ക് ചെയ്യാൻ വന്നാൽ അതേ മാതൃകയിൽ അതിന് ഇരട്ടിയായിട്ട് നമ്മൾ തിരിച്ചു നൽകുമെന്നുള്ളത് നമ്മൾ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. പാകിസ്ഥാൻ ഇങ്ങനെയൊരു തിരിച്ചടിയൊന്നും സമീപകാലത്ത് നേരിട്ടിട്ടില്ല. അപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി, ഇന്ത്യൻ സൈന്യത്തിൻ്റെ ആത്മവീര്യം ഉയർത്തുന്ന നിലപാടുകളാണ് നരേന്ദ്രമോദി സർക്കാർ ഇതുവരെ സ്വീകരിച്ചിരുന്നത്. കോൺഗ്രസിൻ്റെ കാലത്ത് ഇതായിരുന്നില്ല സാഹചര്യം. മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം തിരിച്ചടിക്കാൻ വെമ്പൽ കൊണ്ട നമ്മുടെ സൈനികരെ
പാടില്ല, അത് നിങ്ങൾ ചെയ്യരുത്, അത് മോശമാണ്, ഇന്ത്യയുടെ പ്രതിച്ഛായയെ ബാധിക്കും, ഇന്ത്യക്ക് അതിനുള്ള കെൽപ്പില്ല എന്ന് പറഞ്ഞ ഭരണകൂടമായിരുന്നു അക്കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ UPA സർക്കാരിൻ്റെ കാലത്ത് എന്തായിരുന്നു ഇന്ത്യൻ സൈനികരുടെ ഒരു മൊറേൽ എന്നുള്ളത് നമുക്ക് ഊഹിക്കാനേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് മാറി വളരെ വിഭിന്നമായിട്ട് വളരെ മികച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന, സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. അതുതന്നെയാണ് ഈ MM നരവനെ പറഞ്ഞ കാര്യവും. അതായത് ഒരു സന്ദിഗ്ധ ഘട്ടം വന്നു, സ്വാഭാവികമായും ചൈനീസ് ടാങ്കുകൾ അതിർത്തിയിലേക്ക് വരുന്നൊരു സാഹചര്യം. എന്ത് ചെയ്യണമെന്ന് സർക്കാരിനോട് ചോദിച്ചപ്പോൾ ഉചിതമായിട്ടുള്ള മിലിറ്ററിക്ക് എന്താണോ തോന്നുന്നത്, ഓൺ ദ ഗ്രൗണ്ട് റിയാലിറ്റി അനുസരിച്ച് ഉചിതമായ തീരുമാനം എടുത്തുകൊള്ളാനാണ് പ്രതിരോധ മന്ത്രി ഉത്തരവിട്ടത്. അത് ഒരു പോസിറ്റീവായുള്ള കാര്യം തന്നെയാണ്. കാരണം ഇന്ത്യൻ സൈന്യത്തിൻ്റെ ആത്മവീര്യം ഉയർത്തുന്ന, ഇന്ത്യൻ സൈന്യത്തിൻ്റെ യഥാർത്ഥ ശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സർക്കാരിൻ്റെ ഒരു എൻഡ് റിസൾട്ടാണത്. അതിനെയാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടി ഈ രീതിയിൽ ദുരുപയോഗം ചെയ്ത് തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി യൂസ് ചെയ്തത്. പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ ഇതൊന്നും അംഗീകരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം കോൺഗ്രസ് പാർട്ടി എന്തായിരുന്നു, അവരുടെ ഭരണകാലത്ത് എന്തായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അക്സൈ ചിൻ ആരുടെ കാലത്താണ് ഇന്ത്യക്ക് നഷ്ടമായത്? ഏതാണ്ട് 37,000-ലധികം സ്ക്വയർ കിലോമീറ്ററാണ് നമുക്ക് നഷ്ടമായത്. അതാരായിരുന്നു ഭരിച്ചിരുന്നത്? ജവഹർലാൽ നെഹ്റു ഭരിച്ചിരുന്ന സമയത്താണ് ഇന്ത്യക്ക് അക്സൈ ചിൻ നഷ്ടമായത്. ഏതാണ്ട് കേരളത്തിൻ്റെ വലിപ്പമുള്ളൊരു ഭൂപ്രദേശമാണ് നമ്മൾ ചൈനയ്ക്ക് നൽകിയത്. ഇങ്ങനെയുള്ളൊരു പൊളിറ്റിക്കൽ പാർട്ടി, ഇത്തരം ലെഗസിയുള്ള ഒരു വീക്ക് പാർട്ടി എന്നുള്ള രീതിയിൽ ഒരു ലെഗസിയുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഇപ്പോൾ ഇത്തരം ആരോപണങ്ങളുമായിട്ട്, അതായത് ഉണ്ടയില്ലാ വെടികളുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിനൊക്കെയുള്ള മറുപടി ഇന്ത്യയിലെ ജനങ്ങൾ തന്നെ കൊടുത്തോളും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട.